اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. الذين آمنوا وعملوا الصالحات طوبى لهم وحسن مآب. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ജീവിതത്തിൽ പകർത്തിയും ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. സത്യവിശ്വാസികൾ സദാസമയവും സർവശക്തനായ അള്ളാഹുവിനെ ഓർക്കുകയും റബ്ബിൻ്റെ വിധിവിലക്കുകൾ മാനിക്കുകയും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇസ്ലാമിലെ 5 കർമ്മ അനുഷ്ഠാന പദ്ധതികളും യഥാർത്ഥത്തിൽ ഈ ഒരു സുപ്രധാനമായ സംഗതിയുമായി ബന്ധപ്പെട്ടതാണ്. കലിമത്തു ഷഹാദ, അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കുകയും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് എന്ന പ്രഖ്യാപനമാണ്. അതിൻ്റെ പ്രായോഗിക രൂപമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ നിർവഹിക്കുന്ന നിസ്കാരം. ഈ ദുനിയാവിലെ ഏറ്റവും വിശിഷ്ടനായ സൃഷ്ടി, അവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ തൻ്റെ ആത്യന്തികമായ വിധേയത്വം പ്രകടിപ്പിക്കൂ. പലവട്ടം കേട്ടതാണ്, റുസ്തുമിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നപ്പോൾ രാജാവ് എഴുന്നള്ളണ സമയത്ത് എല്ലാവരും നമിക്കും, കുമ്പിട്ട് നിൽക്കും. അപ്പം അതേമാതിരി നിൽക്കുക. എന്നിട്ട് നമുക്ക് രാജാവിനോട് സംസാരിക്കാനാണ് പട്ടാളക്കാർ പാറാവേര് പറഞ്ഞത്. വളരെ മുഷിഞ്ഞ വേഷത്തിൽ മെലിഞ്ഞൊട്ടിയ ഒരു കുതിരപ്പുറത്ത് അവിടെ എത്തിയപ്പോൾ റിബഈ ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ചേലും കോലും വല്ലാതെ പിടിച്ചില്ല. അവസാനം റുസ്തുമിൻ്റെ കയ്യിലൊരു കത്തി ഏൽപ്പിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ആണ് പറഞ്ഞത്, റുസ്തും എഴുന്നള്ളുന്ന സമയത്ത് എല്ലാവരും കുമ്പിട്ട് വെക്കും. അപ്പോൾ അതേമാതിരി നിൽക്കുക. പിന്നെ നമുക്കെന്ത് ചെയ്യുക? രാജാവിന് കത്ത് കൊടുക്കുക. അപ്പം തന്നെ തൻ്റെ നിലപാട് അറിയിച്ചു. കുമ്പിട്ടിക്കാൻ കഴിയൂല, അത് ഊരക്ക് സോക്കടായിട്ടല്ല, പിന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ നമ്മൾ നമിക്കൂ. ഇത് കേട്ടപ്പോൾ ഇയാൾക്ക് ഭയങ്കര അത്ഭുതം. അപ്പം നിങ്ങൾ മുഹമ്മദിൻ്റെ മുമ്പിലോ? അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, മുഹമ്മദും ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, മുഹമ്മദിൻ്റെ മുമ്പിലും ഞങ്ങൾ നമിക്കാറില്ല.
സുജൂദ് ചെയ്യാറില്ല, റുക്കൂ ചെയ്യാറില്ല. അത് പടച്ചവന്റെ മുമ്പിൽ മാത്രമേ ചെയ്യൂ. വല്ലാത്ത അത്ഭുതമായിപ്പോയി. അത് റുസ്തുമിനോട് ചെന്ന് അറിയിച്ചു വറാവുകാരൻ. ദൈവദൂതന്റെ കത്തേറ്റ് വന്ന ആളിങ്ങനെയാണ് പറയണത്. അപ്പോഴാണ് അദ്ദേഹത്തിന് കലി മൂത്തത്. അവിടെയുള്ള ചവിട്ടീത്ത മണ്ണെടുത്തിട്ട് ഈ ലിബഈന്റെ തലയിലിടാനാ പറഞ്ഞത്. മണ്ണ് ശരിക്ക് തട്ടിക്കൊട്ടാതെയാണ് അദ്ദേഹം തിരിച്ചു പോണത്. അവിടുന്നാണ് പറഞ്ഞത് ആ നാടിന്റെ മണ്ണാണ്, അതുകൊണ്ട് ആ മണ്ണും കൂടെ നമുക്ക് അധീനപ്പെട്ടതാ. അധികം വൈകാതെ ആ റുസ്തുമിന്റെ കൊട്ടാരമാണ് കീഴടക്കിയത്. അത് മറ്റൊരു കഥ. അപ്പൊ ഒരു സത്യവിശ്വാസിയുടെ നിലപാട് ആ ഷഹാദത്ത് കലിമയിലുണ്ട്. അള്ളാഹുവോടുള്ള അപരിമേയമായ വിധേയത്വം ആ നമസ്കാരത്തിലുണ്ട്. അത് റബ്ബുമായി നടത്തുന്ന മുനാജാത്ത. വലദിക്റുല്ലാഹി അക്ബർ എന്ന് നമസ്കാരത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് ഖുർആൻ പരിചയപ്പെടുത്തിയത് അതിനൊക്കെ അപ്പുറത്ത് ആ നമസ്കാരത്തിൽ അന്തർലീനമായ സംഗതി എന്താണ്? അള്ളാഹുവുമായിട്ടുള്ള അടുപ്പവും എപ്പോഴും ദൈവസ്മരണ തന്റെ മനസ്സിൽ കുടിയിരുത്തുക എന്നതാണ്. ദിക്റുള്ളയുടെ ഏറ്റവും വലിയ മഹത്വം അത് തന്നെയാണ്, റബ്ബുമായുള്ള അടുപ്പം. ഏതൊരു സാധനവും കാലാന്തരേണ പൂഴിപ്പിടിച്ചു. നല്ല മൂർച്ചയേറിയ കത്തിയാണെങ്കിൽ പോലും അത് ഉപയോഗത്തിലില്ലെങ്കിൽ പിന്നെ അതിൻ്റെ മൂർച്ച കെട്ടുപോകും, അതിനെ തുരുമ്പ് പിടിച്ചു പോകും. മനുഷ്യന്റെ ഹൃദയവും അങ്ങനെയാ, ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവസ്മരണയിലൂടെയാണ് ആ ഹൃദയത്തിന്റെ ആ തുരുമ്പ് പിടിച്ച അവസ്ഥ ആ തെളിമയിലേക്ക് എത്തുക. അതിന് ദിക്റുള്ള വളരെ സുപ്രധാനമായ സംഗതിയാണ്. നമുക്കറിയാവുന്ന സംഗതിയാണ്, ലോകത്ത് മനുഷ്യന് സമാധാനം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു മതവിശ്വാസിയാണെന്ന് പറയുന്ന ആള് പോലും പലപ്പോഴും ഒരു മതവിശ്വാസിക്ക് ചേരാത്ത പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. താരതമ്യേന ആത്മഹത്യാ നിരക്ക് മുസ്ലിമീങ്ങളിലാണ് കുറവ്, ശരി തന്നെയാണ്. മലപ്പുറം ജില്ലയെക്കുറിച്ച് മുമ്പൊരു കലക്ടർ പഠനം നടത്തിയിട്ട് പ്രഖ്യാപിച്ചു, നമ്മളെ കേരളക്കരയിലെ ആത്മഹത്യ കൂടി വരികയാണ്, ഒരു ആത്മഹത്യാ മുനമ്പായി മാറിയിരിക്കുന്നു. എന്നാൽ താരതമ്യേന അത് കുറവുള്ളത് കൂടുതൽ മുസ്ലിമീങ്ങളുള്ള മലപ്പുറം ജില്ലയിലാണ്. ഇന്നിപ്പോ ഏതെങ്കിലും കലക്ടർക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം മുസ്ലിം നാമധാരികളാണുള്ളത്. യഥാർത്ഥ ഈമാനുള്ള, യഥാർത്ഥ ഇസ്ലാം മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ച മുസ്ലിമീങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരിക. അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് അവരെ തീരുമാനിക്കുകയാണ്. സമകാലീന മനുഷ്യ സമൂഹത്തിന്റെ ഒരു ചിത്രമായി മാറിയിട്ടുണ്ട് ഏത്? ഈ സമാധാനമില്ലായ്മ. തന്റെ പ്രയാസങ്ങളും എടങ്ങേറുകളൊക്കെ കൊണ്ടുപോയിട്ട് ഇറക്കി വെക്കാനുള്ള ഒരു അത്താണി കിട്ടിയിട്ടില്ലെങ്കിൽ ആ മനുഷ്യജീവിതം ദുഷ്കരമാണ്. ഇണകളായി ഒന്നിച്ച് ജീവിക്കുമ്പോൾ മനുഷ്യന് സമാധാനം കിട്ടുക ഇണകളിലൂടെയാണ്. ആണിന് പെണ്ണിലൂടെയും പെണ്ണിന് ആണിലൂടെയും. അതാ എടങ്ങേറുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഇറക്കി വെക്കാനുള്ള ഒരു അത്താണിയായി മാറണം ഭാര്യാഭർത്താക്കന്മാർ. എൻ്റെ മുഖം നോക്കിയിട്ട് എനിക്കൊരു പ്രയാസം എന്ന് ചോദിക്കാൻ ഒരു ഭർത്താവിന് കഴിയണം. കഴിയാറില്ല. ഭർത്താവ് അപ്പോഴേക്കും മൊബൈലെടുക്കും. പെരിയിലെത്തിയാൽ എത്തുന്നത് രാത്രി 10:30-ക്കാണ്. പിന്നെ നോക്കേണ്ടത് ഭാര്യന്റെ മുഖത്തേക്കല്ല, മൊബൈലിലാണ്. പിന്നെ അത് തോണ്ടലായി. ഭാര്യന്റെ ഇടങ്ങേറ് നോക്കാൻ സമയം കിട്ടണില്ല ഒരു ഭർത്താവിന്. പലപ്പോഴും ഭാര്യ ഭർത്താവിനോടും അങ്ങനെയൊക്കെ തന്നെയാണ്. ആ ഡൈനിങ് ടേബിളിൽ ഭക്ഷണമൊക്കെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ട എന്താ വെച്ചാൽ തിന്നോളി എന്ന് പറയാനാണ് പലപ്പോഴും ഭാര്യമാർ താല്പര്യം കാണിക്കുക. കാരണം ഇടങ്ങേറായി ഉണ്ടാക്കി അത് മട്ടൊക്കെ വെച്ചല്ലോ, ഈ മൂപ്പര് വേണമെങ്കിൽ തിന്നാതിരിക്കുക, എന്താ വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ളൊരു കോലത്തിലാണ് ഭാര്യ എത്തിയിട്ടുണ്ടാവുക രാത്രി 10 മണിയാവുമ്പോഴേക്ക്.
ആ ഭർത്താവിൻ്റെ മുഖത്തു നോക്കി ഒന്ന് ഉള്ളു തുറന്ന് സംസാരിക്കാനും നിറപുഞ്ചിരിയോടെ ആ ഭർത്താവിനെ സ്വീകരിക്കാനും ഭാര്യയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവിടേക്ക് മനസ്സമാധാനം പിന്നെ മാനത്തുനിന്ന് പൊതിഞ്ഞ് കെട്ടാക്കിയിട്ട് കൊണ്ട് ഇറങ്ങി വരും എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂല് ആ ഇശാക്ക് ശേഷം ഭാര്യമാരൊക്കെ കണ്ടിട്ട് ആ സന്തോഷവും തമാശയൊക്കെ പങ്കുവെച്ചിട്ടാണ് പോയി കിടന്നുറങ്ങാറുള്ളത്. അത് നമുക്കൊരു മാതൃകയാണ്. അപ്പം അവിടെ മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് ലഭിക്കുന്നത് ഇസ്ലാമിലൂടെയാണ്, ഈമാനിലൂടെയാണ്. അത് ആ ഇസ്ലാമും ഈമാനും നിറഞ്ഞ സ്വഭാവ പെരുമാറ്റങ്ങളിലൂടെയാണ്. സമകാലീന സമൂഹത്തിൽ മുസ്ലിം എന്ന് നാമധാരിയായ ആളിന് പോലും അത് കിട്ടാത്തത് എന്തുകൊണ്ട്? അവൻ ശരിയായ മുസ്ലിമായിട്ടല്ല, അവന്റെ വിശ്വാസത്തിൽ അപാകത പറ്റിയിട്ടുണ്ട്. അവന്റെ കർമ്മ അനുഷ്ഠാനങ്ങളൊക്കെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നില്ല. വിശുദ്ധ ഖുർആനിൽ 13-ാം അധ്യായം സൂറത്തുർ റഅദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 28-ാമത്തെ ആയത്തായി നമ്മെ ഓർമ്മിപ്പിച്ച ഒരു സംഗതി, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ശരിയായ ഈമാനുള്ള ആളുകൾ അല്ലദീന ആമനു. ഞാനും മുഅ്മിനെന്നെ എന്ന് പറയുന്ന ആളല്ല, അതുകൊണ്ട് വിവക്ഷ. ശരിയായ ഈമാൻ ഉൾക്കൊണ്ട ഒരു വിശ്വാസി വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, ദൈവസ്മരണ കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ ശാന്തമാകും. ജീവിതം എന്ന് പറയുന്നത് പ്രയാസങ്ങൾ തിങ്ങി നിറഞ്ഞതാ. ഇടയ്ക്ക് സന്തോഷമുണ്ടാകും. ആ സന്തോഷ സന്താപങ്ങൾ സമ്മിശ്രമായ മനുഷ്യജീവിതത്തിലേക്ക് ആ സന്താപങ്ങളെ അതിജയിക്കാൻ സത്യവിശ്വാസിക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സംഗതികളുണ്ട്. ഈമാന്, ആ ഈമാൻ ഉൾക്കൊള്ളുന്ന തവക്കുല്. ഇടങ്ങേറ് വരുമ്പോണ്ടല്ലോ അത് സാരമില്ല, ഇത് പടച്ചവൻ എനിക്ക് നിശ്ചയിച്ചതാ, അതിലൊരു ഖൈറുണ്ടാവും. എൻ്റെ ഈ വേദനയും യാതനയും ഈ ദുനിയാവിൽ ഞാൻ സഹിക്കുമ്പോ അതൊക്കെ എനിക്ക് പരലോകത്ത് ഗുണ അല്ലേ. സത്യവിശ്വാസിയുടെ കാര്യം വല്ലാത്തൊരു അത്ഭുതം തന്നെ. ദുരിതം വന്നാലും ഗുണം, സന്തോഷം വന്നാലും ഗുണം. ആ സന്ദർഭത്തിലൊക്കെ അവൻ അൽഹംദുലില്ലാ എന്നാണ് പറയുന്നത്. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. ഏത് സന്ദർഭത്തിലും ഏതവസ്ഥയിലും ഇതൊക്കെ എനിക്ക് നൽകിയ ആ റബ്ബിന് സ്തുതി. الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. ആ ആയത്ത് അവസാനിക്കുന്നത് അപ്പറഞ്ഞ കാര്യം മറ്റൊരു ശൈലിയിൽ വിശ്വാസിയുടെ മനസ്സിലേക്ക് ഇട്ടു തന്നിട്ടാ. അലാ, നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, നിങ്ങൾ ഉൾക്കൊള്ളണം, ശരിക്കും ഗ്രഹിക്കണം. എന്ത്? ബിദിക്രില്ല, ദൈവസ്മരണ കൊണ്ടേ തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾ ശാന്തമാകൂ എന്ന് മഹാനായ കവി അല്ലാമ അബ്ദുറഹ്മാൻ സഅദി ദിക്റുള്ളയെക്കുറിച്ച് ഒരു കവിത രചിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, വകുൻ ദാക്കിറൻ അല്ലാഹ് ഫീ കുല്ലി ഹാലത്തിൻ. ഏത് സന്ദർഭത്തിലും നീ അല്ലാഹനെ സ്മരിക്കുന്നവനാകണം. കാരണം ഫലൈസ ലിദിക്രില്ലാഹി വഖ്തും മുഖയ്യദു. ആ ദിക്റുള്ളക്ക് ഒരു നിശ്ചിത സമയം എന്നില്ല, ഇന്ന സമയത്തേ ദിക്റുള്ള ആകാവൂ എന്നില്ല. ശുദ്ധിയുടെ ഏത് ഘട്ടത്തിലും الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. വിശ്വാസി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഓതാറുള്ള ആയത്തായിരുന്നത്. ആ സത്യവിശ്വാസി എപ്രകാരമാകണം? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ, നിന്നുകൊണ്ട്, വഖുഊദൻ, ഇരുന്നുകൊണ്ട്, വഅലാ ജുനൂബിഹിം, കിടക്കുന്ന സന്ദർഭത്തിൽ പോലും. അപ്പോഴൊക്കെ അവർ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കും. ആ സ്മരണയുടെ ഒരു ഔട്ട്പുട്ട് എന്താണ്? അതിലൂടെ ഉണ്ടാകുന്ന ഒരു മേന്മ എന്താണ്? അവൻ പറഞ്ഞു പോകും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, റബ്ബേ ഒന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല തന്നെ
അതുകൊണ്ട് ആ ദൈവത്തെ, അല്ലാഹുവെ ഏത് സന്ദർഭത്തിലും സ്മരിക്കുന്ന സത്യവിശ്വാസി പ്രാർത്ഥിക്കുന്നത് ഫഖിനാ അദാബന്നാർ എന്നാണ്. ഈ ദുനിയാവിന്റെ പകിട്ടിൽ കണ്ണും നട്ടിരിക്കുന്നവനല്ല അവൻ. ഉസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽഗദാത്തി വൽ അശി യുരീദൂന വജ്ഹ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിന. അല്ലാഹുവെ സ്മരിക്കുന്നതിൽ നിന്ന് തീരെ ശ്രദ്ധ ചെലുത്താതെ അശ്രദ്ധനായി ജീവിക്കുന്ന മനുഷ്യന്മാരെ കൂടെയാകരുത് വിശ്വാസി. കാരണം വിശ്വാസി അപ്രകാരമാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് 5 വക്ത് നിസ്കരിക്കുന്ന, അള്ളാഹുവോട് ബന്ധം പുലർത്തുന്ന, ജീവിതത്തിൽ ഇസ്ലാമും ഈമാനും തഖ്വയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന നല്ല മനുഷ്യന്മാരോടൊപ്പം കൂട്ടുകൂടാനാണ് പ്രവാചകനോട് പറഞ്ഞത്. അതുതന്നെയാണ് ഇവിടെ പറഞ്ഞത്, വകുൻ ദാക്കിറൻ അല്ലാഹ ഫീ കുല്ലി ഹാലത്തിൻ ഫലൈസ ലിദിക്രില്ലാഹ് വഖ്തുൻ മുഖയ്യദു ഫദിക്റു ഇലാഹിൽ അർശി സിർറൻ വമുഅലനൻ യുസീലു ശഖാ വൽ ഹമ്മ അൻക വയത്റുദു. കാരണം രഹസ്യത്തിലും പരസ്യത്തിലും നീ അള്ളാഹുവെ ഓർക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വരുന്ന ഏത് ക്ലേശങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നീക്കിത്തരും. അതിൽ നിന്നൊക്കെ അകലം കീപ്പ് ചെയ്ത് ജീവിക്കാൻ നിനക്ക് സാധിക്കും. ووصى معاذا يستعين إلهه على ذكره والشكر بالحسن يعبدوا. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിച്ചത് ഇതാണ്, നിനക്ക് എനിക്ക് നിന്നെ വലിയ ഇഷ്ടാ. ആ ഇഷ്ടം അറിയിച്ചു, പറയാൻ മടിച്ചില്ല. മുആദേ, എനിക്ക് നിന്നെ വലിയ ഇഷ്ടം. അതുകൊണ്ട് മുആദ് ഒരു കാര്യം ചെയ്യണം, എല്ലാ നമസ്കാരാനന്തരവും ഇങ്ങനെ പ്രാർത്ഥിക്കണം. എന്ത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ആ പ്രാർത്ഥനയും ആ ദൈവസ്മരണയുമാണ് ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവ കർമ്മങ്ങളെയൊക്കെ നന്നാക്കി തീർക്കുന്നത്. എപ്പോഴും റബ്ബിനെ ഓർക്കുകയാണ്, ഒരിക്കലും റബ്ബിനെ മറക്കുന്നില്ല. ആ റബ്ബിനെ മറക്കുന്നു എന്നതാണ് ദുനിയാവ് ഇത്രമേൽ മനുഷ്യന് പ്രയാസകരമായി മാറാൻ കാരണം. 10-60,000 നിരപരാധികളെ കൊന്നൊടുക്കിയ ആധുനിക ഹിറ്റ്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ക്രൂരനായ മനുഷ്യന്, നെതന്യാഹുവിന് ആക്രമിച്ചിട്ട് മതി വരുന്നില്ല. എത്ര കുഞ്ഞുങ്ങളെയാണ് ബോംബിട്ട് കൊന്നത്, എത്ര നിരപരാധികളാണ് ഭക്ഷണത്തിനു വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ പോലും കൊന്നൊടുക്കിയത്, എത്ര ആശുപത്രികളിലാണ് ബോംബ് വർഷിപ്പിച്ചത്. അത് ഏകദേശം 60,000-ഓളം എത്തിയിരിക്കുന്നു. ഒരു ശാന്തിയുടെയും സമാധാനത്തിന്റെയും സങ്കേതമാകേണ്ട ഒരു പ്രദേശം ഒന്നടങ്കം സിമന്റ് കാടുകളും കൂമ്പാരങ്ങളും ആയി മാറിയിരിക്കുന്നു. ആ ഒരു അവസ്ഥ എത്തിച്ചത് എന്തുകൊണ്ടാണ്? ദൈവത്തെ കുറിച്ചുള്ള ഒരു നല്ല ചിന്തയും ഓർമ്മയും ഇല്ലാത്തതുകൊണ്ട്. നമ്മളും കണ്ടല്ലോ ഈ കൊച്ചു കേരളത്തില് ഒരുത്തനെ, തന്റെ ഉറ്റവരെയും ഉടയവരെയും നിഷ്കരണം കൊന്നൊടുക്കിയ ഒരു ദുഷ്ടനായ ഒരു ചെറുപ്പക്കാരനെ. എന്തേ ആ ചെറുപ്പക്കാരൻ അങ്ങനെയായി? എന്തേ മാതാപിതാക്കളെ വലിച്ചെറിയാൻ, ഉപേക്ഷിക്കാൻ മക്കൾ ഇക്കാലത്ത് തയ്യാറായി? എന്തേ പൊളിത്തീൻ ബാഗിലാക്കിയിട്ട് ചോര പൈതലിനെ വലിച്ചെറിയാൻ പെറ്റ ഒരു ഉമ്മക്ക് ധൈര്യം വന്നു? അവിടെയൊക്കെ ഞാനാരാണ്, എന്റെ ധർമ്മം എന്താണ്, ഞാനെങ്ങനെ ജീവിക്കേണ്ടവനാണ്, എന്നെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? ആ ഒരു ദൈവസ്മരണയുണ്ടല്ലോ, അള്ളാഹുവെക്കുറിച്ചുള്ള ശരിയായ ഒരു ചിന്ത, അതില്ലാതെ പോവുക. അതുകൊണ്ടാണ് ഏറ്റവും ഉറ്റവരെയും ഉടയവരെയും പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമായി ഇക്കാലം മാറിയത്. നമ്മൾ കാലത്തെയാണ് കുറ്റം പറയുന്നത്, പക്ഷെ കാലത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരിലാണ് കുഴപ്പമെന്ന് പറഞ്ഞത് ശരിയാണ്. ഒരു അറബി കവി ഉണ്ടായിരുന്നു, നമ്മുടെ ഏറ്റവും നല്ല ഒരു അറബി പണ്ഡിതൻ,
വെളിയങ്കോട് ഉമർ ഖാളി. അദ്ദേഹം രചിച്ച കവിതകളൊക്കെ പരിശോധിച്ചാൽ മനുഷ്യനെ ചിന്തിപ്പിക്കാവുന്നതാണ്. നല്ല 1-ാം നമ്പർ അറബി സാഹിത്യത്തിൽ ധാരാളം കവിത രചിച്ച അഗ്രഗണ്യനായ പണ്ഡിതനാണ് മലയാളിയായ ഉമർ ഖാളി റഹിമഹുല്ലാ. അദ്ദേഹം ഒരുപാട് നല്ല സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഖുറാഫാത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പേര് പിൽക്കാലത്ത് ഉപയോഗിച്ചു എന്നത് വെച്ചാൽ മഹാരഥനായ പണ്ഡിതനും ധീരനായ അധിനിവേശ ശക്തികൾക്കെതിരെ പോരാളിയ പണ്ഡിത ശ്രേഷ്ഠനുമായിരുന്നു വെളിയങ്കോട്ട ഉമർ ഖാളി. അദ്ദേഹം പാടുകയുണ്ടായി, അലിഫുൽ അഖാരിബി ഫി സമാനി ഖദിൻ ഖലബ് ഐനം ഫസാറൽ അഖറബൂന അഖാരിബാ. അഖാരിബ്, ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്തയാൾ എന്നാണ്, റിലേറ്റീവ് എന്നാണ് അർത്ഥം. പക്ഷേ ആ അഖാരിബിലെ അലിഫ് ഇന്നത്തെ കാലത്ത് മാറിപ്പോയിട്ട് എന്തായി തീർന്നിട്ടുണ്ട്, അയിനായി മാറിയിട്ടുണ്ട്. അഖറബ് റിലേറ്റീവ് ആണെങ്കിൽ അഖറബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ, കേള് എന്നാണ്. അപ്പൊ അഖാരിബൊക്കെ ആരായിക്കണ് ഇന്നത്തെ കാലത്ത്, അഖാരിബായി മാറിക്കണം. എന്നുവെച്ചാൽ ഉച്ചവരും മുടിയവരും എന്ന് പറയുന്നവർ ഏറ്റവും വലിയ വിഷജന്തുക്കളായി മാറിയിരിക്കുന്നു. പേടിക്കേണ്ടിടത്താണ് സ്ഥിതി. അഖാരിബായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. ആ ഐനുള്ള വാലിമി ഫി സമാനി ഖദിൻ ഖലബ് ളാഅം ഫസാറൽ ആലിമൂന വവാലിമാ. ആലിമിലെ ആ ഐനുണ്ടല്ലോ, അത് പോയിട്ട് കാലത്ത് ലോ ആയി മാറിയിട്ടുണ്ട്. ആലിമ് പണ്ഡിതനാണ് എങ്കിൽ വാലിമ ആരാണ്, വലിയ ദ്രോഹം ചെയ്യണ മനുഷ്യനാണ്. അപ്പൊ ആലിമീങ്ങളൊക്കെ കൂടെ ഇന്നത്തെ കാലത്ത് വാലിമീങ്ങളായി മാറിയിരിക്കുകയാണ്. അല്ലേ നമ്മൾ കാണുന്നത്. പഠിച്ചവനോട് തേടണ്ട, അതിന് പകരം പടപ്പുകളെ പിടിച്ചോ. സ്വലാത്തിച്ച് ഒറ്റയ്ക്ക് ചെല്ലണ്ട, അത് നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്ന സദസ്സുണ്ട്, അവർക്ക് ഇങ്ങോട്ട് നീർച്ചേർന്നാൽ മതി, നമ്മളങ്ങോട്ട് എത്തിച്ചു കൊടുത്തോളാം. ആലോചിച്ച് നോക്കുമ്പോൾ മരിച്ച മയ്യത്തിന് ബാപ്പാക്ക് വേണ്ടി നിസ്കരിക്കാൻ മക്കൾക്ക് പറ്റൂല. ഞാൻ ജീവിക്കണ മഞ്ഞപ്പറ്റ എന്ന പ്രദേശത്തെ മാത്രം മനസ്സിൽ കണ്ടിട്ടാണ് ഈ പറഞ്ഞ, എല്ലായിടത്തും അങ്ങനെയാണെന്നല്ല. നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റൂല, കാരണം നിങ്ങളുടെ വാപ്പ ആരാണെങ്കിലും അത് ഞങ്ങൾ ചെയ്തോളും, അതിനുള്ള ഫീസ് ഇവിടെ അടച്ചാൽ മതി. ആ ബാപ്പാന്റെ മയ്യത്തിന്റെ അടുത്ത് നിന്നിട്ട് അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ എന്ന് പറയേണ്ടതിന് പകരം മൂപ്പര് കിബിലക്ക് തിരിഞ്ഞിട്ടല്ല, നേരെ കേക്കോട്ട് തിരിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടെ ഇരുന്നിട്ട് ചൊല്ലിക്കൊടുക്കും. എന്ത് പിന്നെ ഇദാ ജാഅക്കൽ മലക്കാനിൽ മുഅക്കലാനിൽ അദ്റക്കാനിൽ അളീമാനി എന്നിങ്ങനെ പറഞ്ഞ് പരമാവധി പേടിപ്പിച്ചിട്ട് മയ്യത്ത് കേൾക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ കിടക്കൂല, മൂടല് മാറ്റിയിട്ട് എണീറ്റ് പായു. അജ്ജാതി വർണ്ണനയാണ് ചോദ്യം ചെയ്യാൻ വരുന്ന മലക്കുകളെ പറ്റി പറഞ്ഞ് പേടിപ്പിച്ചത്. എന്നിട്ട് പറയും ഇപ്പം വരും ചോദ്യം ചോദിക്കും, അപ്പോൾ ഈ പേടിക്കേണ്ട ഞാൻ ഇവിടെ ഉണ്ട്. എന്നിട്ട് അവിടുന്ന് ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ആരൊക്കെ പൊട്ടന്മാരാകുന്നുണ്ട് എന്നറിയങ്ങൾ. ഈ ഇങ്ങനെ ഒരു പരീക്ഷ നടത്തുന്ന അള്ളിയും അത് നടത്താൻ വരുന്ന മലക്കുകളും ഒക്കെ ബുദ്ധികളായി മാറുകയാണ്. മലക്കുകൾ ചോദിക്കണീനെ മൻ റബ്ബുക്കാന്ന് ചോദിക്കുമ്പോൾ മൂപ്പര് മേപ്പെട്ട് ഇങ്ങനെ നോക്കുകയാണ്. വേഗം കൊണ്ട ഉത്തരം കൊണ്ട മൻ റബ്ബുക്ക. അപ്പോൾ സുന്ദരായിട്ട് ഉത്തരം അള്ളാഹു റബ്ബി എന്ന് പറഞ്ഞാടെ. അപ്പോൾ അങ്ങനെ അള്ളാഹു റബ്ബി. ആ മലക്കുകളെ സ്ഥിതി ആലോചിച്ച് നോക്കി. ആ മലക്കുകളെ പറഞ്ഞേക്കണ പഠിച്ചോൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. ഈ ജാതി കോലം കെട്ട് മാത്രമായി മാറ്റി പണ്ഡിതന്മാർ എന്ന് പറയുന്നവർ ദീന്. അവിടെ കണ്ണീരൊലിപ്പിച്ച് ഉച്ചവരും മുടിയവരും അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. ആ കൂട്ടത്തിൽ മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, ഉറ്റവരുണ്ട്, ഉടയവരുണ്ട്. അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന അപ്രസക്തവും അപ്രധാനവുമാക്കി മാറ്റി. ഒന്നും കാണാതല്ല വെളിയങ്കോട് ഉമർ ഖാളി ഈ രൂപത്തിൽ കവിതയുണ്ടാക്കിയത്. എന്ത്, ഇന്നത്തെ ആലിമീങ്ങളൊക്കെ വാലിമീങ്ങളായി മാറിയിരിക്കുന്നു. കാലം അത്രമേൽ മോശമാണെന്നർത്ഥം. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, ഇക്കാലത്ത് മനസ്സിന് സമാധാനം കിട്ടാൻ, ഉദ്ദേശ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ, ഈമാൻ ശക്തമായി എപ്പോഴും നിലനിർത്താൻ, അങ്ങനെ എണ്ണമറ്റ ഗുണങ്ങളാണ് ദിക്റുള്ളക്ക് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
ഏത് സന്ദർഭത്തിലും റഹ്മാനായ റബ്ബിനോട് അടുക്കുകയും ആ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആ ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്ർ ദുആകൾ എപ്പോഴും ദായിമാക്കുകയും അത് ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന സത്യവിശ്വാസികളായി ജീവിക്കാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് മുത്തക്കികളായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒരിക്കൽ കൂടി ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ഏത് പരീക്ഷണ ഘട്ടത്തിലും റബ്ബുമായി അടുക്കുകയും തൻ്റെ പ്രയാസങ്ങളൊക്കെ ആ റബ്ബിൻ്റെ മുമ്പിൽ പറയുകയും അർപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസി ജീവിതത്തിൽ സ്വീകരിക്കേണ്ട മാർഗം. ഏറ്റവും നല്ല പ്രാർത്ഥന പ്രയാസം വരുമ്പോൾ മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട ദന്നൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഹദീസ് നമുക്ക് കാണാൻ പറ്റും. ദഅവത്തു ദിന്നൂൻ ഇദാ ദഅ റബ്ബഹു വഹുവ ഫീ ബത്നിൽ ഹൂത്ത്. അൽ ഹൂത്ത് എന്ന് പറഞ്ഞാൽ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ, അറബിക് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ഹൂത്ത് എന്നതിന് കൊടുത്ത അർത്ഥം വെയിൽ എന്നാണ്. സാധാരണ മീനല്ല. പിന്നെയോ വെയിൽ, തിമിംഗലം. എത്ര അക്യുറേറ്റാണ് ആ പ്രയോഗം എന്ന് നോക്കൂ നിങ്ങൾ. തിമിംഗലത്തിന്റെ വയറ്റിലകപ്പെട്ട യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്? ലാ ഇലാഹ ഇല്ലാ അന്ത്. നാദാ, നിന്നെയല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, നിനക്കല്ലാതെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പാടില്ല, നീയല്ലാതെ ആരാധനക്ക് അർഹനായി ഒരു ശക്തിയും ഇല്ല തന്നെ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം. സുബ്ഹാനക, നിന്റെ വിശുദ്ധിയെ ഞാൻ പ്രകീർത്തിക്കട്ടെ. ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, നാദാ, ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു. പ്രബോധന പ്രവർത്തനങ്ങളിൽ പ്രബോധിതരിൽ നിന്നുണ്ടാകുന്ന മർദ്ദനങ്ങളും നിർദ്ദയമായ മർദ്ദനങ്ങളൊക്കെ സഹിക്കാൻ പ്രവാചകൻ എന്ന നിലയ്ക്ക് ഒരു പ്രബോധകന് ബാധ്യതയുണ്ട്. പക്ഷേ ആ ആളുകളോട് തെറ്റിയിട്ടാണ് നീനവ നദീതളത്തിൽ ചെന്നിട്ട് കപ്പൽ കയറിയിട്ട് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെടുന്നത്. നമുക്കറിയാവുന്ന ചരിത്രം. അദ്ദേഹം തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞു. ആ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച്, ഇരുട്ടുകളിൽ വെച്ച്, ഭയങ്കര ഇരുട്ട, കരയിലുള്ളതിനേക്കാളും കൂടുതൽ ഇരുട്ട് കടലിലാണ്. പസഫിക് സമുദ്രത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ 5 കിലോമീറ്ററിലധികം ആഴുണ്ട്. ഭയങ്കര ഇരുട്ടായിരിക്കും. മത്സ്യത്തിന്റെ വയറ്റിൽ പിന്നെ ഇരുട്ട്. അപ്പോ ലുലുമാത്തിൽ വെച്ചാണ് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന കേട്ടു. അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ, എടങ്ങേറിൽപ്പെട്ട ഒരാൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ, പ്രവാചകൻ പറഞ്ഞു ലം യദഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഫീ ഷൈഇൻ ഇല്ലാ ഇസ്തജാബ ലഹു. ഏതൊരു വിഷയത്തിലും ഒരു വിശ്വാസി ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരമേകാതിരിക്കില്ല. ഇത്രയും വലിയൊരു ഉറപ്പ് നമുക്ക് കിട്ടിയിട്ട് നമ്മൾക്കെന്തേ ആ റബ്ബിനെ സമീപിക്കാൻ കഴിയാതെ വരുന്നത്?
ആ റബ്ബിനോട് പ്രാർത്ഥിക്കാതിരിക്കാൻ സാധിക്കുന്നത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഏത് ഘട്ടത്തിലും റഹ്മാനായ റബ്ബിങ്കലേക്ക് അടുക്കുകയും ആ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ആ റബ്ബിൻ്റെ മുമ്പിൽ സങ്കടങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്യുന്ന ആ റബ്ബിനെ സ്ഥിരമായി മനസ്സിൽ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ എല്ലാ അർത്ഥത്തിലും വിഷമങ്ങൾ സഹിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഏതേത് വിഷയത്തിൽ ഏതേത് രൂപത്തിൽ നമ്മളോട് ശത്രുതയും പകയും അസൂയയും കുതന്ത്രങ്ങളും ചതിയും വഞ്ചനയും പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടോ അതിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അതുപോലെ തന്നെ ഏതേത് മുസ്ലിം രാജ്യങ്ങളിൽ വിശ്വാസികൾ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ അതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തിന് സമാശ്വാസവും സുരക്ഷയും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശ്യങ്ങളും അല്ലാഹു നമുക്ക് സഫലീകരിച്ചു തരുമാറാകട്ടെ. രോഗം കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഉറ്റവർ ഉടയവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് യാ മുജീബ ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وارحمنا بأنواع رحمتك يا أرحم الراحمين.